പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട രണ്ടോളം അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. നമുക്കറിയാം, ഇപ്പോൾ പശ്ചിമേഷ്യയിലെ വലിയ രീതിയിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെ പെട്രോളിൻ്റെയോ അല്ലെങ്കിൽ ഡീസലിൻ്റെയോ ഒക്കെ വില കൂടുമോ എന്നുള്ളത് വളരെയധികം ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇതുപോലൊരു വലിയ യുദ്ധം നടക്കുന്ന സമയമാകുമ്പോൾ പ്രത്യേകിച്ച് ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ്. അത് ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ രാജ്യത്തെ ഇതെങ്ങനെ ബാധിക്കുമെന്നുള്ളത് എല്ലാവരും നോക്കിക്കാണുന്ന ഒന്നാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. രാജ്യത്ത് വിലവർദ്ധനവിന് പിന്നാലെ രാജ്യത്ത് പാചകവാതക സിലിണ്ടർ ബുക്കിങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ഉപഭോക്താവിന് 21 ദിവസത്തിന് ശേഷമേ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതുവരെ 17 ദിവസം കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഗ്യാസിനെ ബുക്ക് ചെയ്യുവാൻ സാധിക്കുമായിരുന്നു. 2 സിലിണ്ടർ ഉള്ളവർക്ക് ഇനി 30 ദിവസത്തിന് ശേഷമേ ബുക്ക് ചെയ്യാൻ കഴിയൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണം തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കപ്പൽ സർവീസുകളുടെ കുറവ് മൂലം ഊർജ്ജ വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സം കാരണമാണ് പാചകവാതക ക്ഷാമത്തിന് ഇടയാകുന്നത്. സിലിണ്ടർ വിതരണം പരിമിതപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതായിട്ട് ഗ്യാസ് ഏജൻസികൾ തന്നെ പറയുന്നുണ്ട്. രാജ്യത്ത് ഗാർഹിക പാചകവാതക വില ഇന്ന് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 14.2 കിലോഗ്രാം സിലിണ്ടറിൻ്റെ വില 60 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ ഡൽഹിയിൽ സിലിണ്ടറിൻ്റെ വില 913 രൂപ ആയിട്ടുണ്ട്. വാണിജ്യ പാചകവാതകത്തിനും വില കൂട്ടിയിട്ടുണ്ട്. 19 കിലോ സിലിണ്ടറിന് 115 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഡൽഹിയിൽ വാണിജ്യ വാതക സിലിണ്ടറിൻ്റെ വില 1883 രൂപ വരും. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി വിടാതെ തുടരുന്നത് ക്രൂഡ് ഓയിൽ വിലയും ഊർജ്ജ ഇറക്കുമതിയെ ബാധിച്ചതാണ് വിലവർദ്ധനവ് കാരണമായിട്ടുള്ളത്. എന്തുതന്നെയായാലും ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ള ഒരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഇതുകൂടാതെ തന്നെ സംസ്ഥാനത്ത് വീണ്ടും മഴ എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പായിട്ട് എത്തുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലയിടങ്ങളിലും മഴ ലഭിച്ചിരുന്നു. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് കനത്ത മഴ പെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നാളെയും തിങ്കളാഴ്ചയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കൂടാതെ തന്നെ ഇന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രത്യേകമായിട്ടാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് പൊതുവെ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായിട്ട് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. കൂടാതെ അതിശക്തമായുള്ള ഇടിമിന്നലുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ മഴക്കാറ് കണ്ടു കഴിയുമ്പോൾ തുണി ഒക്കെ ടെറസിൽ വിരിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാനൊന്നും പെട്ടെന്ന് പോകരുത്. ഇടിമിന്നലേക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്.